എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പ്രതിരോധശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പരമ്പരാഗതമായ ഒരു മഹാരാഷ്ട്രീയൻ പാനീയമാണ് കേട്ടോ. ഇതിന് പറയുന്ന പേര് ഉക്കാല എന്നാണ്. ഉക്കാല ടീ ആണ്. ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ഒരു മിൽക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണം. പാലിൻ്റെ കൂടെ ഒരുപാട് സ്പൈസസ് ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ടീ ആണ് ഇത്. നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു ടീ തന്നെയാണ്. ഇതിനായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ 4 കപ്പ് ചായയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് ഒരു 3-4 കഷ്ണമായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിക്ക് പകരം 2 കഷ്ണം ചുക്കെടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 തക്കോലം, 1 ടീസ്പൂൺ ഗ്രാമ്പൂ, 1 ജാതിപത്രി, 1 ടീസ്പൂൺ കുരുമുളക്, ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടെ വേണേ. എന്നിട്ട് നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇത്രയും മസാല നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചത് സൂക്ഷിച്ച് വെക്കാൻ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് പിന്നെ ടീ തയ്യാറാക്കി കുടിക്കാനും പറ്റും കേട്ടോ. അന്നേരം ഈ ഒരു ചായയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസാലയെല്ലാം ആഡ് ചെയ്ത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതാണ്. നമുക്ക് ഉണ്ടാകുന്ന ചുമ, അതുപോലെ തന്നെ ജലദോഷം, ഇതൊക്കെ തടയാൻ വളരെ മികച്ചതാണ്. അതുപോലെ തന്നെ നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. വളരെ എളുപ്പത്തിൽ ഈ ഒരു സ്പൈസസ് ഒന്നും പൊടിച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അത് ആറി വരുന്ന സമയം കൊണ്ട് ഞാൻ അടുപ്പത്തേക്ക് ഒരു 3 കപ്പ് പാൽ വെച്ചിട്ടുണ്ട്. 3 കപ്പ് പാലിന് 1 കപ്പ് വെള്ളം എന്ന രീതിക്കാണ് ഞാൻ വെക്കുന്നത്. ഞാൻ ചായ ഇടാനും സാധാരണ ചായ ഇടാനും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അന്നേരം ഏത് കപ്പിനാണോ നമ്മൾ പാൽ അളന്നെടുക്കുന്നത് ആ സെയിം കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം കൂടെ, അല്ലെങ്കിൽ ആ സെയിം ഗ്ലാസ് തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് തീ ഓണാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള കാര്യങ്ങൾ, ആദ്യം തന്നെ നമ്മൾ വറുത്ത മസാലകൾ പൊടിച്ചെടുത്ത് ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മസാല പൊടിച്ചെടുക്കുമ്പോൾ നല്ലതായി തന്നെ പൊടിച്ചെടുക്കണേ. 4 കപ്പ് ചായ തയ്യാറാക്കാൻ വേണ്ടി 2 ടീസ്പൂൺ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മസാല പൊടിച്ചതിൻ്റെ ബാക്കി മസാലപ്പൊടിയുണ്ട്. അത് ഞാൻ ഒരു ബോട്ടിലിനകത്താക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളപ്പം തയ്യാറാക്കിയെടുക്കാം. ഇനിയും ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ടമോ ബ്രൗൺ ഷുഗറോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണേ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചിറോഞ്ചി എന്ന് പറഞ്ഞൊരു സീഡാണ്, അല്ലെങ്കിൽ ചരോളി എന്ന് പറയും. ഇതിനെ മലയാളത്തിൽ നമ്മൾ കുളമാവ് പറയത്തില്ലേ, കുളമാവ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ മൂങ്ങാപ്പേഴ്, നുറമരം, മുരൽ എന്നൊക്കെ പേര് പറയുന്ന ഒരു സീഡാണ്. വളരെ അധികം ബെനിഫിറ്റുള്ള ഒരു സീഡ് തന്നെയാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ചരോളി സീഡ്, അല്ലെങ്കിൽ ചിറോഞ്ചി എന്ന് പറയും. ഇത് കടകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. നമ്മുടെ ദഹന പ്രക്രിയകളൊക്കെ സുഗമമാക്കാനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഇതിനൊക്കെ സഹായിക്കുന്നതാണ്. ഞാനിപ്പം ഇനി ഈ ഒരു പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിറോഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-2 ടേബിൾ സ്പൂൺ ചിറോഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ലേ. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഇതിലേക്ക് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്താൽ വളരെ തീരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ മാത്രമേ തേയിലപ്പൊടി ചേർക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ തുളസി ഇലയോ കുങ്കുമപ്പൂവോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പം ഇത്രയും മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ചായ കണ്ടോ, ഞാൻ ചെറുതീയിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പിസ്ത ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. പിസ്തായും ബദാമും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അങ്ങനെയൊക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ ആണ്. ഞാൻ പറഞ്ഞു, ഇത് മഹാരാഷ്ട്രീയക്കാരുടെ ഒരു പ്രത്യേക പാനീയമാണ്. അവർ ഈ ചുമ ജലദോഷമൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഇത് സ്ഥിരമായി കുടിക്കാറുള്ള ഒന്ന് തന്നെയാണ്.
ചായയ്ക്ക് മധുരം ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മധുരം വേണ്ടാന്നുള്ളവർക്ക് അതും ഒഴിവാക്കാവുന്നതാണ്. ചായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ചിറോഞ്ചി സീഡൊന്നും നമുക്ക് കിട്ടില്ല. അതൊക്കെ നമുക്ക് കഴിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഉക്കാല ടീ തയ്യാറായിട്ടുണ്ട്. മസാല പൗഡർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനകത്തേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ മതിയെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ കൂടുതൽ സ്പൈസസ് വേണമെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇന്നത്തെ എൻ്റെ ഒരു ടീ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.